മാസാദ്യ വെള്ളിയാഴ്ച രോഗികൾക്ക് പരിശുദ്ധ കുർബാന കൊടുക്കാൻ പോവാണ്. സാധാരണ ഒരു ചെറുപ്പക്കാരൻ്റെ ബൈക്കിൻ്റെ പിന്നിലിരുന്നാണ് പോകുന്നത്. ഒരു ദിവസം പോകുമ്പോൾ പതിവില്ലാതെ അവന് ഒരു അകലം പാലിക്കുന്നു. ഇപ്പോൾ ഒരു രോഗിയുടെ വീട്ടിൽ പരിശുദ്ധ കുർബാന കൊടുക്കാൻ വേണ്ടി കയറിയപ്പോൾ അവൻ കയറിയില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു, എടാ നീ എന്താ കയറാത്തെ? അവൻ പറഞ്ഞു, അച്ഛൻ ഞാൻ ക്ലീനല്ല. അവൻ കുമ്പസാരിക്കാത്തതുകൊണ്ടാണോ കുളിക്കാത്തതുകൊണ്ടാണോ അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. പക്ഷെ നമ്മളെല്ലാവരും തന്നെ ഈ വിശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ശുദ്ധിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെ കോൺഷ്യസാണ്. വിശുദ്ധമായ സ്ഥലങ്ങളിൽ കയറുമ്പോൾ, വിശുദ്ധമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴൊക്കെ അത് വൃത്തിയായിട്ടിരിക്കണമെന്നൊരു ചിന്ത ശക്തമായിട്ട് നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ പഴയ നിയമം നോക്കുമ്പോൾ പഴയ നിയമത്തിലെ ഏറ്റവും കൂടുതൽ നിയമങ്ങൾ ഈ ശുദ്ധിയുമായി ബന്ധപ്പെട്ടതാണ്. ക്ലീനായിട്ടുള്ള കാര്യങ്ങൾ, അൺക്ലീനായിട്ടുള്ള കാര്യങ്ങളുടെ വലിയ ലിസ്റ്റ് തന്നെ പഴയ നിയമത്തിൽ നമ്മളിങ്ങനെ കാണുന്നുണ്ട്. ഏറ്റവും കൂടുതൽ അവരുടെ റിച്വൽസ് ബന്ധപ്പെട്ട് കിടക്കുന്നത് ഈ പ്യൂരിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട, ശുദ്ധീകരണമായിട്ട് ബന്ധപ്പെട്ടാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കും, ദൈവത്തിന് എന്താ OCD ഉണ്ടോ? അങ്ങനെയല്ല. നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇത്തരം നിയമങ്ങൾ വെച്ചിട്ടുള്ളത്. കാരണം ദൈവം എന്ന് പറയുന്നത് ഒരു വെട്ടാണ്. നമുക്കൊക്കെ ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത വലിയൊരു വെട്ടാണ്. അപ്പോൾ നമ്മൾ നിഴലാണ്, ഈ ഭൂമിയിലെ നിഴലാണ്. വെട്ട വന്ന് വീഴുമ്പോൾ നിഴൽ തീർന്നു പോകും, നിഴൽ മാഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് വലിയ ദൈവത്തിൻ്റെ വെട്ടത്തിൽ പാപികളായ നമ്മൾ മനുഷ്യർ വന്ന് പെട്ടാൽ നമ്മൾ മരിച്ചു, നമ്മൾ തീർന്നു. അപ്പം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഈ ശുദ്ധതയുടെ വലിയ നിയമങ്ങൾ പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നത്. പക്ഷെ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് കാണുന്നത്. പഴയ നിയമത്തിൽ ജെറുസലേം ദേവാലയത്തിലേക്ക് ആൾക്കാരൊക്കെ എത്തിയപ്പോൾ പുതിയ നിയമത്തിൽ ഒരു ദേവാലയം ആൾക്കാർക്കിടയിലൂടെ നടക്കുകയാണ്. അത് ഈശോയാണ്. ഈശോ ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക്, പട്ടണങ്ങളിൽ നിന്ന് പട്ടണങ്ങളിലേക്ക് ഇങ്ങനെ ചുറ്റി സഞ്ചരിക്കുകയാണ്. ഒരുപാട് പേര് അവനെ മുട്ടി ഉരുമ്പ് നടക്കുകയാണ്. പക്ഷെ അവനെ മുട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും മരിച്ചു പോയോ? ഇല്ല. അവൻ മുട്ടിയവരും അവനെ മുട്ടിയവരും ഒക്കെ സുഖപ്പെടാണ്. ഇന്നത്തെ ഗോസ്പലിൽ നമ്മളതാ കാണുന്നത്. കുഷ്ഠരോഗി അവൻ തൊട്ടു, തൽക്ഷണം അവൻ്റെ കുഷ്ഠം വിട്ടു മാറി എന്ന് പറയാം. പിശാച് ബാധരെ സുഖപ്പെടുത്തുമ്പോൾ പിശാച് അവനെ വിട്ടുപോയി എന്ന് പറഞ്ഞ മാതിരിയാണ് കുഷ്ഠം അവനെ വിട്ടുപോയി. നമ്മളൊക്കെ ഇന്നും ചില കുഷ്ഠചിന്തകളിനെ കൊണ്ടു നടക്കുന്നുണ്ട്. ദൈവം നമ്മോട് പറയുന്നത് എനിക്ക് മനസ്സുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്താമെന്നാണ്. പക്ഷെ നമ്മൾ പറയുന്നത് എന്താ? എനിക്ക് മനസ്സില്ല.